നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി 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 എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഓ ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി യേശുവേ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ചേർന്ന് നന്ദി യേശുവേ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഓ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കരങ്ങളെ ഉയർത്ത കർത്താവിനെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. നമ്മുടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത നന്മകൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. നന്ദി പറയുക എന്ന് പറയുന്നത് അത് നിർബന്ധത്തിൽ നിന്ന് വരുന്നതിനേക്കാൾ മനോഹരം. അത് ആരും നിർബന്ധിക്കാതെ അകത്തു നിന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതാണ്. ആ നന്ദിക്ക് കുറച്ചുകൂടി മനോഹാരിതയുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ആരും നിർബന്ധിച്ചില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ആ ദൈവത്തെ നന്ദിയോടെ ശബ്ദമുയർത്തി സ്തുതിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിന്ന് രാത്രി ഈ ഹോളിനകത്തുണ്ട്. അതുകൊണ്ട് സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ആ കാര്യങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിക്കുമോ? ആമേൻ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്കറിയാം, ഈ ഭൂമിയിൽ ആരാധനയ്ക്ക് യോഗ്യമായ ഒരു നാമമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തെ പോലെ യോഗ്യമായ മറ്റൊരു നാമമില്ല. അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പി. ആമേൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണമെങ്കിൽ ആ ദൈവത്തെ അറിഞ്ഞവർക്ക് മാത്രമേ
അവൻ്റെ നാമത്തിന് യോഗ്യമായ തക്ക മഹത്വം നൽകാൻ കഴിയത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ രുചിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവരായി ഇതിനകത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ നമുക്ക് ചേർന്ന് ഉയർത്താം. ആരാധന. ഹല്ലേലൂയ. പോലൻ ദൈവമേ അരുളിലോകെ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനെ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങെപ്പോലൻ ദൈവമേ അരുളിലോകെ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ചേർന്ന ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ ചേർന്ന ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. ഈ പുതുവർഷം എത്ര പേർ പറയും, കർത്താവേ ഈ ഒരു വർഷം അങ്ങയുടെ വഴികളിൽ
അങ്ങെനിക്കായി ഒരുക്കിയ വഴികളിൽ എന്നെ നടത്തണമേ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ആ പ്രാർത്ഥനയോടെ ഈ വരികൾ ഇന്ന് രാത്രി ഒന്ന് ചേർന്ന് പാടുമോ? നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി, വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. ഓ ആരാധന അങ്ങേക്ക് ആരാധന, യേശുവേ അങ്ങേക്ക് ആരാധന. കരങ്ങളെ തട്ടിയ നല്ല കർത്താവിനൊരു ആരാധന. Praise the Lord. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആ സന്തോഷം അനുഭവിക്കുന്ന ദൈവജനമെല്ലാം ആ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? ഈ ലോകത്തിൻ്റെ സന്തോഷം നൈമിഷികമാണ്, അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇന്ന് ചിലപ്പോൾ സന്തോഷമായിരിക്കാൻ കഴിഞ്ഞേക്കാം, നാളെ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷിക്കാൻ അവന് കഴിയും. എങ്ങനെ? അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരണം ഈ ഭൂമിയിൽ എപ്പോഴും ആശ്രയിക്കാൻ, ഹല്ലേലൂയ, എപ്പോഴും വിളിച്ചപേക്ഷിക്കാൻ, എപ്പോഴും ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആ സാന്നിധ്യത്തിൽ സന്തോഷിക്കാൻ ആമേൻ ശീലമുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാരണം ആമേൻ ഈ ഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ സന്തോഷത്തിന് ഒട്ടും കുറവ് വരത്തില്ല. കാരണം നമ്മുടെ സന്തോഷം ആമേൻ അതിൻ്റെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വലിയ പ്രത്യാശ ഇന്ന് നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് എനിക്കൊരു കാത്തിരിപ്പ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ അത് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലാനുള്ള കാത്തിരിപ്പായിരിക്കാം. പക്ഷെ അകത്ത മനുഷ്യനിൽ ഒന്ന് നോക്കിയാൽ, അകത്ത മനുഷ്യന്റെ മുഖം ഒന്ന് നോക്കിയാൽ എപ്പോഴും അദ്ദേഹത്തിനൊരു കാത്തിരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? ആത്മമണവാളനായ ക്രിസ്തു തന്നെ ചേർപ്പാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വരവ് നോക്കി കാത്തിരിക്കുന്ന ഒരു ആത്മ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. സന്തോഷമുണ്ടോ ഇന്ന് രാത്രി? ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ആത്മ മനുഷ്യന്റെ ആമേൻ ആ പ്രത്യാശയെ ഒരിക്കൽ കൂടി ഉണർത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ.
ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ. നമുക്കൊന്ന് ചേർന്ന് പാടാം. സിയോൻ മണാളനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. നിൻവരവേതു നേരത്തെ അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. പാരനെ നിൻവരവേതു നേരത്തെ അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാൻ, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കും ഞാൻ. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ദൈവജനം പ്രത്യാശയോടെ രാത്രി പാടണം. കണ്ണുനീർ നിറഞ്ഞ ലോകത്ത് നിന്ന് ഞങ്ങൾ പറന്നുയരുന്ന നാൾ അതിവിദൂരമല്ല. പ്രത്യാശയോടെ ദൈവജനം ശബ്ദമുയർത്തി. കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തു നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണിമയ്ക്കും നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ, കണ്ണിമയ്ക്കും നൊടി നേരത്തു ചേരുമേ വിൺപുരി. സിയോൻ മണാളനെ, ഓ നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഓ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. Hallelujah. കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. കുഞ്ഞാട്ടിൻ രക്തത്താൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. ആ മകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ, ആ മകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ. ജനം
ചേർന്ന് സിയോൻ മണാളനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ സന്തോഷത്തോടെ ഇന്ന് രാത്രിക്കുമോ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഈ ലോകത്തിൽ ഉറപ്പുള്ള ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് നമ്മളെ ചേർപ്പാൻ വരും എന്നുള്ള കാര്യം. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ ആളുകളൊക്കെ നമ്മളെ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറയത്തില്ലേ, സാറേ സോറി നിങ്ങൾക്ക് ഇന്നത് തരണമെന്ന് ഓർത്താണ്, പക്ഷേ ഞങ്ങൾക്ക് ചില ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ നിമിത്തം ഞങ്ങൾ ഖേദിക്കുന്നു അല്ലേ. ബോംബെക്ക് പോകാൻ വേണ്ടി ഭയങ്കരമായിട്ട് കെട്ടൊക്കെ കെട്ടി റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂർ പോയി നിൽക്കുക. ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കും, താങ്കൾക്ക് വരേണ്ട ട്രെയിൻ ഒരു 5 മണിക്കൂർ വൈകി ഓടുകയാണ്, ചിലപ്പോൾ എത്തുമോയെന്ന് പോലും സംശയമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ സംശയമില്ലാത്ത ഒറ്റ കാര്യം ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആമേൻ. തൻ്റെ വരവിനായി കാത്തിരിക്കുന്ന കുഞ്ഞാട്ടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കൂട്ടം ഇന്ന് രാത്രിയിൽ എവിടെയുണ്ടോ അവരെ ചേർപ്പാൻ ആത്മമണവാളനായ ക്രിസ്തു വേഗത്തിൽ വരുന്നു. ആ വരവിനായി ഒരുങ്ങുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം നൽകിയാണ്ട്. ഇന്ന് രാത്രി എത്ര പേർ പറയും, കർത്താവേ എന്നെ നേടാൻ അങ്ങ് കൊടുത്ത വില വലുതാണ്? ആമേൻ പറയാമോ? ഈ ലോകത്തിൽ ഒരു യാഗങ്ങൾക്കും നമ്മുടെ പാപപരിഹാരമായി തീരാൻ കഴിയാതെ വന്നപ്പോൾ യേശു കർത്താവ് നമുക്കായി കാൽവറിയിൽ യാഗമായി തീർന്നു. നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനത്തിനായി, നമ്മളെ കേവലം സ്നേഹിക്കാൻ മാത്രമല്ല നമ്മെ സ്വന്തമാക്കാൻ തൻ്റെ പുത്രനെ പകരമായി നൽകണമെന്ന് മനസ്സിലായിട്ടും അവനെ നൽകാൻ മടിക്കാതെ നമ്മെ സ്നേഹിച്ച ഒരു പിതാവിൻ്റെ സ്നേഹം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് പിൻപ് കാൽവറി ക്രൂശിൽ ഇന്നെന്ന പോലെ കാണാൻ കഴിയുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി കാൽവറിയിലെ യേശുവിൻ്റെ സ്നേഹത്തിനൊരു നന്ദി പറയുമോ? നമ്മോടുള്ള സ്നേഹം നിമിത്തം പ്രാണൻ പോകുന്ന ആ നിമിഷം വരെ തൻ്റെ ജീവനെ നമുക്കായി വെച്ച് തന്നു. തിരുവചനം പറയുന്നത് എന്താണെന്നറിയാമോ? സ്വന്തം ജീവനെ നമുക്കായി നൽകാൻ മടിക്കാത്തവൻ എത്ര പേര് എന്നോട് കൂടെ ഉണ്ട്? സ്വന്തം ജീവനെ നമുക്കായി നൽകാൻ മടിക്കാത്തവൻ, അവനോട് കൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ നാളെക്കുറിച്ച് ആര് കരുതും? നാളെ എൻ്റെ വിഷയത്തിന് ആര് വിടുതൽ തരും? ഞാൻ എങ്ങനെ അത് ജയിക്കുമെന്നൊക്കെ ആശങ്കയോടെ ഇരിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി തൻ്റെ സ്വന്തം പുത്രനെ നൽകി തന്ന ദൈവം നിനക്ക് വേണ്ടി സകലവും ചെയ്യാൻ മതിയായവനാണ്. ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ സ്നേഹമോർത്ത് ധ്യാനത്തോടെ കർത്താവിന് നമുക്ക് സ്തുതിക്കാം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ
ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരും ഇല്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരും ഇല്ലയേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേര് ഉയർച്ചയും നിൻ ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയേ, കൃപമേൽ കൃപയാ എന്നെ നിറയ്ക്കണേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേര് ഉയർച്ചയും നിൻ ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയേ, കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല. ആ പിരിയാത്ത ബന്ധത്തിൽ നിലനിൽക്കുന്നവർ ചേർന്ന് പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നെ. ഓ, ആ
അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. എത്ര പേര് ഇന്ന് രാത്രി പാടും? ഓ സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ഓ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ച്. അവനെ സ്തുതിക്കുന്നവർ ശബ്ദമുയർത്തി ഇന്ന് രാത്രി. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒരിക്കൽ കൂടി നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കരങ്ങളെ തട്ടി കർത്താവിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ ദൈവം അവൻ ഇസ്രായേലിൻ്റെ പരിപാലകൻ. അവൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി തൻ്റെ ജനത്തെ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ്. ഇന്നലെ രാത്രിയിലും ഞാനും നിങ്ങളും സുഖമായി കിടന്നുറങ്ങി. തിരുവചനം പറയുന്നു, ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കും. സമാധാനമായി കിടന്നുറങ്ങുക എന്ന് പറയുന്ന ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഒരാമേൻ പറയാവോ? സ്തോത്രം. ഈ അനുഗ്രഹത്തിൻ്റെ ഭയങ്കര അപ്പുറത്ത് ലഭിച്ചിട്ടുള്ളവരാണ് ഈവൻ നമ്മുടെ കൂടിവരവുകൾക്കകത്ത് വരുന്ന ഉറങ്ങുന്നത്. കാരണം അതുപോലെ അവർക്ക് ദൈവകൃപ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. എനിവേ, ഈ ഇന്നലെ രാത്രിയിലും ഉറങ്ങാൻ കഴിയാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ നാം ഉറങ്ങി. അത് നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റിലായതുകൊണ്ടുമല്ല. എൻ്റെ എല്ലാ വിഷയങ്ങളും ക്രമീകരിക്കപ്പെട്ടു, ഇനി കർത്താവ് വന്നാൽ മാത്രം മതി എന്ന് പറയുന്നവർ എത്ര പേർ? ഇല്ല. നമ്മുടെ വിഷയങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല, അല്ലേ? നമ്മുടെ വിഷയങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ നാളെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമുക്ക് നമ്മുടെ നാളുകളെ അറിയത്തില്ലെങ്കിലും നമ്മുടെ നാളുകളെ അറിയാവുന്ന ഒരുവനെ നമുക്കറിയാം. ഒരിക്കൽ കൂടി ആമേൻ. എനിക്കെൻ്റെ നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ഒരുവനെ എനിക്കറിയാം. അതാണ് എൻ്റെ ഉറപ്പ്. ആ ദൈവം അവൻ ഇസ്രായേലിൻ്റെ പരിപാലകനാണ്. ഇന്നലെ രാത്രിയിലും ഞാനും നിങ്ങളും കിടന്നുറങ്ങിയപ്പോഴും നമ്മുടെ അരികെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി തൻ്റെ കരങ്ങൾ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തിന് നന്ദി പറയും? നാം അറിയാതെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ഏതൊരു ദൈവ പൈതലിനും പറയാൻ കഴിയും, കർത്താവേ, ഇനി ഭയത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾക്കോ ആശങ്കകൾക്കോ ഇനി എൻ്റെ ജീവിതത്തിൽ ഇടമില്ല. കാരണം ആശ്രയിപ്പാൻ എനിക്കൊരുവനുണ്ട്. അവൻ ഇസ്രായേലിൻ്റെ പരിപാലകൻ. അവൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി തൻ്റെ ജനത്തെ കാത്തുപരിപാലിക്കുന്നവൻ. ഇന്ന് രാത്രിയിലും ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു നന്ദിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ, അങ്ങെന്നുമെൻ ദൈവം തലമുറ യാഹേ, അങ്ങെന്റെ സങ്കേതം തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ യാഹേ, യാഹേ, അങ്ങെന്നുമെൻ ദൈവം തലമുറ തലമുറയാ. യാഹേ, അങ്ങെന്റെ സങ്കേതം തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ
പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഇന്ന് രാത്രിയിലും എന്റെയും നിങ്ങളുടെയും തോൽവികളെ ജയമാക്കി തീർക്കുന്ന ദൈവം ഇവിടെയുണ്ട്. ഇത് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വരികൾ പാടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില തോൽവികൾ ജയത്തിന് വഴിമാറുകയാണ്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചേർന്ന് ഹല്ലേലൂയ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. കരങ്ങളെ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. നാം ഒരുമിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി ചേർന്ന് പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ആരും ക്ഷീണിച്ചിട്ടില്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരും ക്ഷീണിച്ചിട്ടില്ലെന്ന്. ഞാൻ കർത്താവിന് നന്ദി കൊടുക്കുന്നു. നിങ്ങൾ ആരും ക്ഷീണിച്ചിട്ടില്ല, എനിക്ക് തോന്നിയതാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയൊരു സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ പറയുന്ന സമയം പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ ഇത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഞാൻ കർത്താവിനെ ഒത്തിരി നന്ദി പറയുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നമുക്ക് വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. കാരണം ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നത്. 2-ാം തീയതി മുതൽ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. കാരണം ഇനി അടുത്ത 1-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി നമുക്കിങ്ങനെ ഓർത്ത് നന്ദി പറയാനൊക്കെ നമുക്ക് തോന്നത്തുള്ളൂ. ഒരാമേൻ പറയാം. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് കിട്ടിയ സമയം നമ്മുടെ കർത്താവിനെ നമ്മൾ ഒരിക്കൽ കൂടി സ്തുതിക്കാൻ പോവുകയാണ്. ആമേൻ. ഈ കർത്താവ് ഈ ഭൂമിയിൽ വന്നത് പാപികളുടെ രക്ഷയ്ക്കായിട്ടാണ്. ഇതിന്ന് രാത്രിയിൽ ഇവിടെ പറയുമ്പം നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് ഞങ്ങളോട് എന്തിനാ പറയുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം ഉണ്ട്, ഇതിന് പുറത്ത് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവ് വരെയും യേശു വരും, യേശു പാപികളെ രക്ഷിക്കും, യേശു രോഗികളെ സൗഖ്യമാക്കും എന്ന് പറയുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള വലിയ കടമ. ആമേൻ. ഇത് അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ആമേൻ നമ്മൾ ഒരിക്കൽ കൂടി ചേർന്ന് പറയാൻ പോവുകയാണ്. ആമേൻ. യേശു പാപികളെ രക്ഷിക്കുവാൻ ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് കടന്നു വന്നിരിക്കുകയാണ്. സഹോദര, സ്നേഹിത, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. നിന്റെ പാപം എത്ര വലുതാകട്ടെ, നീ എത്ര വലിയ വിഷയത്തിലാകട്ടെ ഇന്ന് രാത്രി, പക്ഷേ ഞങ്ങൾക്കൊറ്റ
ഒരൊറ്റ മറുപടിയെ പറയാനുള്ളൂ, യേശു സകലത്തിനും മതിയായവൻ. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞങ്ങളുടെ യേശുവിന് അവൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയവും ഈ ഉലകത്തിലില്ല. അവനിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ സ്വപ്നം കാണുന്ന സമാധാനം നിന്റെ ജീവിതം മുഴുവൻ അനുഭവിക്കാൻ നിനക്ക് കഴിയും. അതിനൊറ്റ കാര്യം ചെയ്യുക. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ, അവനെ എൻ്റെ ദൈവമെന്നൊന്ന് ഏറ്റുപറയാൻ ഇന്ന് രാത്രി താങ്കൾക്ക് കഴിഞ്ഞെങ്കിൽ ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇന്ന് രാത്രി യേശുവിനെ ഒന്ന് ഉറക്കെ വിളിച്ചേ. നിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം ഉണ്ടാകാൻ പോവുകയാണ്. യേശുവിനെ ഒന്ന് വിളിച്ചേ. ഇന്ന് രാത്രി സമാധാനത്തിന്റെ പ്രഭു നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് രാത്രി കടന്നു വരാൻ പോവുകയാണ്. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதனை மீட்கவே பரலோகம் திறக்க சிலுவையை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா, மனிதரை மீட்கவே பரலோகம் திறக்க சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைத்தாரை, எங்களுக்கு சந்தோஷம் தந்தாரையா. ஓ எந்தன்னே சுவே, 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 எந்தன்னே சுவே. Hallelujah. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்க என் உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்க ஓ உள்ளத்தை கேட்கிறாய். தேடி போகவில்லை, என்னை தேடி வந்தாரையா. நான் தேடி போகவில்லை, என்னை தேடி வந்தாரையா.
ലോകത്തിൽ ആരെല്ലാം നിന്നെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ അവന്റെ നാമം അത്ര യേശു. ഇന്ന് രാത്രി ആരും മറന്നാലും മറക്കാത്ത നിന്നെ സ്നേഹിക്കുന്ന യേശു. ഇന്ന് രാത്രിയിൽ ആ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை மறந்தாலும் உற்றோர் உன்னை வெறுத்தால் அவர் உன்னை வெறுக்க மாட்டார். தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். உன் நண்பர் உன்னை மறந்தாலும் உற்றோர் உன்னை மறந்தால் இயேசு உன்னை மறக்க மாட்டார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார், கண்மலை மேல் நிறுத்திடுவார். எந்தன்னே இயேசுவே, எந்தன்னே இயேசுவே, எந்தன்னே இயேசுவே, எந்தன்னே இயேசுவே, எந்தன்னே இயேசுவே, எந்தன்னே பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா. மனிதரை மிக்கவே பரலோகம் திறக்க சிலுவையை சுமந்தாரையா. என் பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா. மனிதரை மீட்கவே பரலோகம் திறக்க சிலுவையை சுமந்தாரையா. கண்ணீரை துடைத்தாரையா. சந்தோஷம் சந்தோஷமுள்ளவர் சேர்ந்த கண்ணீரை துடைத்தாரையா. சந்தோஷம் தந்தாரையா. எந்தன்னே இயேசுவே, 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 ஓ இயேசுவே. യേശുവിന്റെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. വിടുവിക്കുന്ന യേശുവിന്റെ നാമം, ഞങ്ങളെ രക്ഷിക്കുന്ന യേശുവിന്റെ നാമം, ഞങ്ങളെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമം, ഞങ്ങൾക്ക് നിത്യ ജീവൻ നൽകുന്ന യേശുവിന്റെ നാമം ഇന്ന് രാത്രി ഞങ്ങൾ ചേർന്ന് ഉയർത്തുന്നു. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അനവധി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് രാത്രിയിൽ ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ വാസ്തവമായി ഇന്ന് രാത്രി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. മനസ്സിലായില്ല? പ്രതിസന്ധികൾ മാറിയിട്ടല്ല, പ്രശ്നങ്ങൾ മാറിയിട്ടല്ല, പക്ഷേ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പാടുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ ആവേശമാണ്. ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. കാരണം അവൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ വിടുതലുണ്ടായത്. യെസ്, ഒരുപക്ഷെ ഈ ദേശക്കാർക്ക് ആർക്കും നിഷേധിക്കാനാവത്തില്ല. കാരണം
ഒരു കാലത്ത് ഈ ദേശത്തിന് തന്നെ ഭീതി ഉളവാക്കിയിരുന്ന എന്നെ, ഈ ദേശത്തിന് തലവേദനയായിരുന്ന എന്നെ ഇന്ന് രാത്രി ഈ ദേശത്തിന് അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ അത് ഈ ലോകത്തിന്റെ ഒരു ചിന്തകളുമല്ല, ഈ ലോകത്തിന്റെ ഒരാശയങ്ങളുമല്ല, മറിച്ച് സുവിശേഷമാണ്, ഈ യേശുവിന്റെ സ്നേഹമാണ് എന്നിൽ ആ മാറ്റം വരുത്തിയത്. ആർക്കും മാറ്റാൻ കഴിയാത്തവനെ യേശുവിന് മാറ്റാൻ കഴിയും. രാത്രിയിൽ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് താഴ്ത്തി സമർപ്പിക്കുമോ? ജീസസ്. ഓ, എത്ര പേർ പറയും, കർത്താവേ, ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറക്കുകയാണ്. ഇന്ന് രാത്രി എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരണമേ. നിങ്ങൾ യേശുവിനെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് യേശുവിനെ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നേ. എന്നാൽ ആദ്യമായി യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി എനിക്ക് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ യേശുവിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ യേശു സമാധാനം നൽകുന്നവനാണെങ്കിൽ, യേശു എൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണെങ്കിൽ, യേശു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണെങ്കിൽ, യേശു എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ, എന്നെ സ്നേഹിക്കാൻ ഒരു ദൈവത്തിന് കഴിയും. അവൻ്റെ നാമം യേശു ആണെങ്കിൽ, ഇനിയുള്ള ജീവിതമായി യേശുവിനായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പറഞ്ഞേ, അപ്പാ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി യേശുവെ ഞാൻ തുറക്കുകയാണ്. ഇന്നുവരെ ആരുടെ മുമ്പിലും ഞാനത് തുറന്നിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങേക്ക് വിട്ടു തരിക. തകർന്ന് തരിപ്പണമായ എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹമാക്കാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് തരിക. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യൗവനക്കാർ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ഒരു ലക്ഷ്യവുമില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളൊരു മ്യൂസിക് നൈറ്റിന് വന്നതായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് നിങ്ങളെ തൊടാൻ ആഗ്രഹമുണ്ട്. നിങ്ങളൊരു സംഗീത വിരുന്ന് കേൾക്കാൻ വന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി യേശുവിന് നിന്നെ തൊടാനൊരു പദ്ധതിയുണ്ട്. നിന്റെ ജീവിതം നഷ്ടപ്പെടുത്താനുള്ളതല്ല സഹോദര. നിന്റെ ജീവിതം ആർക്കൊക്കെയോ വേണ്ടി നശിപ്പിച്ചു കളയാനുള്ളതല്ല. നിന്റെ ജീവിതത്തിന് യേശുവിൻ്റെ ജീവന്റെ വിലയുണ്ട്. നിന്റെ ജീവിതത്തിന് യേശുവിൻ്റെ ജീവന്റെ വിലയുണ്ട്. കാൽവറിയിൽ നിന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു ഉടമസ്ഥൻ നിനക്കുണ്ട്. ഇന്ന് രാത്രി അവൻ ചോദിക്കുന്നു, നിന്റെ ജീവിതം അവന്റെ കരങ്ങളിൽ ഒന്ന് കൊടുക്കുമോ? ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, ഹൃദയത്തിൻ വാതിൽ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ. വിളിച്ച യേശുവിനെ ഒന്ന് വിളിച്ച്, യേശുവേ. ഒരിക്കൽ കൂടി സമർപ്പിച്ച് ഹൃദയത്തിന്റെ വാതിൽ തുറന്ന്, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, യേശുവേ, ജീവനാഥനായ, ജീവനാഥനായ ഉള്ളത്തിൽ. തുറന്നു പറഞ്ഞ യേശുവേ, യേശുവേ, en
എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവേ നീ മാത്രം. എത്ര പേർ പറയും രക്ഷകനെ? എൻ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ. എൻ കർത്താവ്, കർത്താവേ നീ മാത്രം ആശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവെ. വിശ്വസിക്കുന്ന പക്ഷേ യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോ യേശുവേ. ഇന്ന് രാത്രിയിലെ യേശു ഇവിടെ ഉണ്ട്. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ, നിന്നെ ഒരു പൊതു മനുഷ്യനാക്കി തീർക്കാൻ, എല്ലാവരും ഉപേക്ഷിച്ച നിന്നെ ഈ സമൂഹത്തിൻ്റെ മുൻപിൽ മാനപാത്രമായി എടുത്തുയർത്താൻ ഇന്ന് രാത്രിയിൽ യേശുവിന് കഴിയും. വീണ്ടും 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 ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടിയാണ് യേശു ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ തൊടാനാണ് യേശു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ആരൊക്കെയോ ഇന്ന് ഈ പരിസരത്ത് അങ്ങയുടെ സ്പർശനത്തിനായി കാത്തുകിടക്കുന്നവരുണ്ട്. 38 വർഷമായി കുളത്തിൻ്റെ കരയിൽ സൗഖ്യത്തിനായി കാത്തുകിടന്ന മനുഷ്യനെ എതിരേറ്റ് യേശു വന്നതുപോലെ ഇന്ന് രാത്രിയിൽ ഈ ചുറ്റുവട്ടത്ത് ചില വർഷങ്ങളായി അങ്ങയുടെ സ്പർശനത്തിനായി കാത്തുകിടക്കുന്ന ചിലരുടെ ഭവനത്തിലേക്ക് ഇന്ന് രാത്രി യേശു കയറി ചെല്ലുന്നത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന കരങ്ങളെ ഒന്ന് തട്ടി. ഇന്ന് രാത്രി ചിലരുടെ ഭവനങ്ങളിലേക്ക് യേശു ഇന്ന് രാത്രി കയറി ചെല്ലുകയാണ്. ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ അങ്ങ് കടന്നു വന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ ശാപം പിടിച്ച ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീർന്നത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ്. ഇന്ന് രാത്രിയിലും അനേകരുടെ വിടുതലിന് കാരണമായി അങ്ങയുടെ വലിയ പ്രവൃത്തികൾ ഇതിന് മധ്യേ നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. തുറന്നുള്ള ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി അസാധാരണമായ ഒരു വിടുതൽ ഞങ്ങളുടെ മധ്യേ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി കർത്താവ് എനിക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മെ